പ്രസാദ് കാളിദാസൻ നമ്മളോടൊപ്പം ചേരുന്നു ആലപ്പുഴയിൽ നിന്നും. പ്രസാദ് കാളിദാസൻ, ഇങ്ങനെ ആളുകളുടെ ഒഴുക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനം ആരംഭിക്കും. ഇനി അങ്ങോട്ടാണ് VS-നെ വഹിച്ചുകൊണ്ടുള്ള ആ ഒരു വിലാപയാത്ര. അത്രത്തോളം തിരുവനന്തപുരത്തു നിന്നുള്ള വിലാപയാത്രയെ സംബന്ധിച്ച് അത്രത്തോളം വലിയൊരു വിലാപയാത്രയല്ല. അതിനനുസരിച്ച് വാഹനത്തിന് തന്നെ മാറ്റമുണ്ട്. VS വന്നിരുന്ന ആ വാഹനം പോലുമല്ല ഇപ്പോൾ വേലിക്കകത്തെ വീട്ടിൽ നിന്നും ഈ ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ എത്തിച്ചത്. എന്തായാലും ആ ഒരു വരവും ഇത്രത്തോളം ഒരു ജനബാഹുല്യത്തോടു കൂടി തന്നെ ആയിരുന്നു എന്നതിൽ സംശയമില്ല. ഒരു സാഗരമിളകി വരുന്നത് പോലെയായിരുന്നു ആ ഒരു വരവ് എന്നുള്ളതാണ്. ഈ ഒരു ആലപ്പുഴയുടെ ഈ ഒരു സമരങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ഈ ഒരു ആലപ്പുഴ മണ്ണിലെ എല്ലാ സമര പോരാളികളും VS-നെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിച്ചേർന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ജില്ലാ കമ്മിറ്റി ഓഫീസിലും വനത്തേക്ക് മുഷ്ടി ചുരുട്ടി അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സഖാവ് തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ ഒരു നോക്ക് കണ്ട് മടങ്ങുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് കണ്ടത്. വേലിക്കകത്തെ വീട്ടിൽ നിന്നും കണ്ടവർ തന്നെ വീണ്ടും ആ ഒരു കണ്ട് മനസ്സ് മടുക്കാതെ വീണ്ടും VS-നെ ഒന്നുകൂടി കാണാനായി എത്തിച്ചേർന്നവരുണ്ട്. ഒപ്പം തന്നെ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയവരും കൂടിയുണ്ട്. അങ്ങനെ ഒരു ജനനിബിഡമായ ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ ഈ ഒരു ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന് പുറത്തേക്കുള്ള ആ ഒരു വഴിയാണ്. പ്രധാനമായും ആ ഒരു ദേശീയപാതയോട് ചേർന്നിട്ടുള്ള ആ ഒരു വഴിയാണ്. ഇനി അടുത്ത ഘട്ടമെന്ന് പറയുന്നത് ഈ ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും അടുത്ത പൊതുദർശനത്തിന് വേദിയായിട്ടുള്ള ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. റീക്രിയേഷൻ ഗ്രൗണ്ടിലാണ് അടുത്ത പൊതുദർശനം സജ്ജീകരിച്ചിരിക്കുന്നത്. റീക്രിയേഷൻ ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം, ആലപ്പുഴയുടെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം, CPIM എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പല സമരങ്ങളുടെയും തുടക്കം കുറിച്ചത് ആ ഒരു റീക്രിയേഷൻ ഗ്രൗണ്ടിലായിരുന്നു. VS-നെയും ആ ഒരു ഗ്രൗണ്ടിനെയും ചേർത്ത് ഒരുപാട് ഓർമ്മകൾ ഇവിടുത്തെ ആളുകൾക്ക് തന്നെ പങ്കുവെക്കാനുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഓർമ്മകളടക്കം നമ്മൾ കേട്ടതാണ്. ഇനിയുള്ള അടുത്ത ഘട്ടം ഈ ഒരു മൃതശരീരം വഹിച്ചുകൊണ്ട് അങ്ങോട്ടൊരു വിലാപയാത്രയാണ്. റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തും. ഇവിടുന്ന് 3 കിലോമീറ്റർ ദൂരത്തേക്കാണ്. ഈ ഒരു 3 കിലോമീറ്റർ താണ്ടാൻ എത്രത്തോളം സമയമെടുക്കുമെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ പോലെ തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴയിലേക്കുള്ള ആ യാത്രക്കെടുത്ത ഒരു ദൈർഘ്യം ഇവിടെ നിന്നും വേലിക്കകത്തെ വീട്ടിൽ നിന്നും തിരിച്ച് ഈ ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയപ്പോൾ അത്രത്തോളം ഒരു തിരക്ക് അനുഭവപ്പെട്ടില്ല. എന്നാലും തിരക്കുണ്ടായിരുന്നെങ്കിലും അത് മികച്ച രീതിയിൽ ക്രമീകരിക്കാൻ പോലീസിനും റെഡ് വോളണ്ടിയർമാർക്കും സാധിച്ചു എന്നത് ഒരു പ്രശംസനീയമായ കാര്യമാണ്. കാരണം അത്രത്തോളം ജനങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് അവസാനമായി ഒരു നോക്ക് കാണാനായി. എന്തായാലും ആ ഒരു സമരനായകൻ്റെ അവസാനത്തെ വിടവാങ്ങൽ കൂടിയാണ്, അവസാനത്തെ യാത്ര കൂടിയാണ്. ആലപ്പുഴയുടെ മണ്ണിൽ അദ്ദേഹം അങ്ങനെ വിഹരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ്. ജനങ്ങൾക്കൊപ്പം എങ്ങനെയായിരുന്നു മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റത്തിനെതിരെ പ്രതികരിക്കാൻ അദ്ദേഹം കാട് കയറി മുകളിലേക്ക് പോയത്, എങ്ങനെയായിരുന്നു മൂന്നാറിലെ ഭൂമി
കയ്യേറ്റം തടയാനായി പൊമ്പുള ഒരുമൈ എന്ന സംഘടനയ്ക്ക് വേണ്ടി, വനിതകൾക്ക് വേണ്ടി അദ്ദേഹം എങ്ങനെയാണോ സംസാരിച്ചത്, അദ്ദേഹം എങ്ങനെയാണോ ഓരോ സമരങ്ങളുടെ മുന്നിലേക്കും നായകനായി കടന്നു ചെന്നത്, അതേപോലെ തന്നെ ആ ഒരു നായക വ്യക്തിപ്രഭാവത്തോടെ യശശരീരനായി കഴിഞ്ഞുവെങ്കിലും ആ ഒരു വ്യക്തിപ്രഭാവത്തിൽ തന്നെ ചുറ്റിനും ഒരു പ്രഭാവലയം പോലെ ജനങ്ങൾ, അണികൾ, പ്രവർത്തകർ അങ്ങനെ അവരുടെ അകമ്പടിയോടെ, ആയിരങ്ങളുടെ അകമ്പടിയോടെയാണ് ഇനിയും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും അണികളുടെ പ്രിയപ്പെട്ട VS റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്. ആ റീക്രിയേഷൻ ഗ്രൗണ്ടിനും ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. അവിടെയും കുറച്ച് നേരത്തെ പൊതുദർശനം ഉണ്ടാകും. ആ ഒരു പൊതുദർശനത്തിനും സമയം കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ട്. 4 മണിയോടുകൂടി, അതായത് ഇപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകേണ്ട ഘട്ടമാണ്. കാരണം ആദ്യ ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ക്രമീകരിച്ചിരിക്കുന്നത് അപ്രകാരം തന്നെ കാര്യങ്ങൾ കൃത്യമായി നടന്നു പോയിരുന്നുവെങ്കിൽ, അതായത് 9 മണിയോടുകൂടി, തലേ ദിവസം രാത്രി 9 മണിയോടുകൂടി ഇവിടെ കൃത്യമായി സഖാവ് എത്തിയിരുന്നെങ്കിൽ ഇന്ന് രാവിലെ 9 മണിക്ക് വേലിക്കകത്തെ വീട്ടിൽ നിന്നും പൊതുദർശനം തുടങ്ങി പിന്നീട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മൃതശരീരം എത്തിച്ച് അവിടുത്തെ പൊതുദർശനവും പൂർത്തിയായി. റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്കും എത്തിച്ച് അവിടുത്തെ പൊതുദർശനം പൂർത്തിയായി. 4 മണിയോടുകൂടി വലിയ ചുടുകാട്ടിലെ പുന്നപ്ര വയലാർ സമര പോരാളികൾക്കൊപ്പം അന്ത്യവിശ്രമം കൊള്ളേണ്ട VSന് പിന്നെയും കാലതാമസമെടുത്തത് ജനങ്ങളുടെ ആ സ്നേഹം അവസാന നിമിഷം ഏറ്റുവാങ്ങട്ടെ എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ്. പാർട്ടി അടക്കം ആ ഒരു തീരുമാനത്തിന് ഒപ്പം നിന്നു. കാരണം അവസാനമായി ജനങ്ങൾ ഒരു നോക്ക് കാണാൻ വേണ്ടി വരികയാണ്. അത്രത്തോളം ജനങ്ങൾ അങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക്, പാർട്ടി നേതാക്കൾക്ക് വേണ്ട എന്ന് പറയാൻ സാധിക്കില്ല. അല്പസമയം മുമ്പ് പോലും വീണ്ടും ഒരു ഭാഗത്തു നിന്ന് അനൗൺസ്മെന്റ് അങ്ങനെ ഉയരുന്നുണ്ട്. നിങ്ങൾ ആരും പേടിക്കേണ്ട, അവസാനത്തെ പ്രവർത്തകൻ, ഇവിടെ VSനെ കാണാനായി എത്തിയ ഏറ്റവും അവസാനത്തെ പ്രവർത്തകൻ കണ്ട് മടങ്ങുന്നതുവരെ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് ഈ ഓരോ മിനിറ്റിലും അനൗൺസ്മെന്റുകൾ എങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന് ശേഷം ബീച്ച് റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കടക്കുകയാണ്. റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് 3 കിലോമീറ്ററാണ്. അവിടെ എത്തി ആ പൊതുദർശനത്തിന് ശേഷം അവിടെ നിന്നും വലിയ ചുടുകാട്ടിലേക്ക് എത്തും. ഏറ്റവും അടുത്ത് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന് തൊട്ടടുത്താണ് വലിയ ചുടുകാട് വരുന്നത്, പുന്നപ്ര വയലാർ സ്മാരകം വരുന്നത്. ഇനിയിപ്പോൾ 3 കിലോമീറ്റർ താണ്ടി റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തി അവിടുത്തെ പൊതുദർശനത്തിന് ശേഷം വലിയ ചുടുകാട്ടിലെത്തി അവസാനത്തെ അന്ത്യവിശ്രമം, അതായത് ആലപ്പുഴയിലെയും യാത്ര അവസാനിപ്പിച്ച് അന്ത്യവിശ്രമത്തിനായി VS ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ VSന് അവിടെയാണ് അന്ത്യവിശ്രമത്തിനായി സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. അതായത് VSന്റെ സ്വന്തം സ്ഥലമാണ്, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അക്കാലത്ത് 1957 VSന് പതിച്ചു കിട്ടിയ ഭൂമിയിലാണ് VS ഇനി അങ്ങോട്ടുള്ള കാലം അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത് എന്നുള്ളതാണ്. അവിടെയും ക്രമീകരണങ്ങൾ സജ്ജമായിരിക്കുന്നു. ഇനിയുള്ള നിമിഷങ്ങൾ, ആ അവസാനത്തെ നിമിഷങ്ങൾ സഖാവ് VS, പ്രിയപ്പെട്ട VS, അണികളുടെ പ്രിയപ്പെട്ട VS ആലപ്പുഴയിൽ അങ്ങനെ വിഹരിക്കുകയാണ്. സ്വൈര്യവിഹാരം, ജനങ്ങളുടെ 10,000ങ്ങളുടെ അകമ്പടിയോടെ വിഹരിക്കുന്ന കാഴ്ചകൾ നമ്മൾ ഇനിയും കണ്ടു, ഇനിയും കാണേണ്ടിയിരിക്കുന്നു. ഇനിയും ആ ഒരു കാഴ്ചയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്, റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക്. ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പുറപ്പെടാനായി തയ്യാറായിരിക്കുന്നു. ആ റീക്രിയേഷൻ ഗ്രൗണ്ടിൽ എത്തിയ ശേഷം അവിടുത്തെ പൊതുദർശനവും പൂർത്തിയായ ശേഷം വലിയ ചുടുകാട്ടിലേക്ക് എത്തി അവിടുത്തെ സംസ്കാര ചടങ്ങുകളും കൂടി പൂർത്തിയാകുന്നതോടുകൂടി VS എന്ന ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം അവസാനിക്കുകയാണ്. വൃന്ദ, കാളിദാസ്, അത് അങ്ങനെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹം ഉറങ്ങാതെ ജ്വലിക്കും എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ഇപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുന്നു. ഈ മഴയെ ഒന്നും അവഗണിക്കാതെ ഇപ്പോഴും ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളത് തന്നെയാണ്. 1-2 തവണ കണ്ടാൽ മതിയാവാത്തത്ര അദ്ദേഹത്തിനോടുള്ള സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നു. വീണ്ടും കാണാനായി ഈ ആളുകൾ അവിടേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെ. മഴ യാതൊരു തരത്തിലും ഈ കാണുന്ന ജനങ്ങളെ, അവരുടെ ആ സ്നേഹത്തെ, അവരുടെ ആ ഹൃദയത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ്, അല്ലേ? അത് കാലാവസ്ഥയൊന്നും ആരെയും ബാധിക്കുന്നില്ല. അല്ലെങ്കിൽ ആലപ്പുഴയിലെ ജനങ്ങളെ, VSനെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ, VSനെ സ്വന്തം വീട്ടിലെ ആളെ പോലെ കണ്ട് സ്നേഹിച്ച ആ ജനങ്ങൾ, ഇവിടെ എത്തിച്ചേർന്ന ജനങ്ങൾ, അവർ കാലാവസ്ഥയെ വരെ വെല്ലുവിളിച്ചുകൊണ്ട് അവരവിടെ നിൽക്കുകയാണ്. ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെങ്കൊടികൾ അങ്ങനെ പാറുകയാണ്. ആ കാഴ്ച അതിമനോഹരമായ ഒരു കാഴ്ച, അല്ലെങ്കിൽ വിപ്ലവ സൂര്യൻ്റെ ഒരു അസ്തമയത്തിലേക്ക് അടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ
കാണുന്നത്, നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ പ്രിയപ്പെട്ട VS, ജനങ്ങളുടെ VS, ആലപ്പുഴയുടെ VS എന്ന് ഉറക്കെ ഉറക്കെ പറയുന്നു. വാനത്തേക്ക് മുഷ്ടികൾ ചുരുട്ടി സിന്ദാബാദ് വിളിക്കുന്നു, വീണ്ടും വീണ്ടും വിളിക്കുന്നു. കണ്ണേ കരളെ VS, ഞങ്ങളുടെ ഉള്ളിൽ VSന് മരണമില്ല എന്നുറക്കെ പറയുന്നു. ഇല്ല ഇല്ല, മരിക്കുന്നില്ല, ജീവിക്കുന്നു. ഞങ്ങളുടെ കാഴ്ചകൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കുടകൾ ഈ മഴയെ തൃണവൽക്കരിച്ചുകൊണ്ട് ആ അണികൾ VSനെ വീണ്ടും വീണ്ടും കാണാനായി ഇവിടെ അങ്ങനെ തടിച്ചുകൂടിയിരിക്കുന്നു. ഇനി റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കാണ് VSന്റെ യാത്ര, VSന്റെ അവസാനത്തെ യാത്ര. ഈ അവസാനത്തെ യാത്രയുടെ അടുത്ത ഘട്ടമാണ് ഇനി റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനം. അതിനുശേഷം ഏറ്റവും ഒടുവിലെ യാത്ര അദ്ദേഹം തുടങ്ങും. വലിയ ചുടുകാട്ടിലേക്കാണ് ആ ഒടുവിലെ യാത്ര. ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ആ വാഹനം VSന്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ആ വാഹനം പുറപ്പെടുന്നു. 3 കിലോമീറ്റർ ദൂരമാണ് ഇനി റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കുള്ളത്. അവിടെ എത്തി VSന്റെയൊക്കെ ചരിത്രം വീണ്ടും വീണ്ടും ഉണർത്തുന്ന ഒരു റിക്രിയേഷൻ ഗ്രൗണ്ടാണ്. പാർട്ടി ചരിത്രവും VS അച്യുതാനന്ദൻ നേതാവിന്റെ ചരിത്രവും വീണ്ടും വീണ്ടും ഉണർത്തുന്ന ആ റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്കാണ് ഇനി എത്തുന്നത്. അറബിക്കടലിനെ സാക്ഷിയാക്കി വീണ്ടും ആ സൂര്യൻ അങ്ങനെ ജ്വലിച്ചു നിൽക്കും. ജനങ്ങളുടെ അകമ്പടിയോടെ ആ ചൂടിൽ ആ ജനങ്ങൾ പൊള്ളുമോ എന്നൊരു പേടി ചിലപ്പോഴുണ്ടാകും. എന്നാൽ അത് പൊള്ളില്ല. ആ സൂര്യൻ എന്നും ജനങ്ങൾക്കൊപ്പമായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരുന്ന വിപ്ലവ സൂര്യനായിരുന്നു. കത്തിജ്വലിക്കുന്ന ഒരു വിപ്ലവമായിരുന്നു VS അച്യുതാനന്ദൻ എന്നാണ് അണികളടക്കം അവിടെ ഉറക്കെ പാടുന്നത്. വൃന്ദ, കാളിദാസ്, 3 കിലോമീറ്റർ മാത്രമാണ് ഇനി റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ഉള്ളത് എന്നതാണ്. പക്ഷേ അത് 3 കിലോമീറ്റർ എന്നുള്ളത് മണിക്കൂറുകൾ നീളാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, ദർബാർ ഹാളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പുറത്തേക്ക് എത്തിച്ച് അത് തിരുവനന്തപുരം താണ്ടാനെടുത്ത മണിക്കൂറുകളാണ്. 3 മണിക്കൂർ 6 മണിക്കൂർ എല്ലാം പിന്നിട്ടപ്പോഴും 19 കിലോമീറ്റർ മാത്രം സഞ്ചരിക്കുന്നു. 9 മണിക്കൂർ പിന്നിട്ടപ്പോഴും 19.5 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ച് ആ വാഹനം മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ സ്നേഹം, അദ്ദേഹത്തോടുള്ള VS എന്ന ആ സമര നായകനോടുള്ള തിരുവനന്തപുരത്തുകാരുടെ സ്നേഹമാണ് നമുക്ക് ആ സമയങ്ങളിൽ അത് കണ്ടത്. ഇപ്പോൾ ഈ ആലപ്പുഴയിലെത്തിയപ്പോൾ ആലപ്പുഴക്കാർക്കും അതേപോലെ അവരുടെ സമര നായകനാണ്. അദ്ദേഹത്തെ ഒരിക്കൽ പോലും കൈവിടാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് വൃന്ദ, അവർ ഒരിക്കലും കൈവിടില്ല. കാരണം ജനങ്ങളെ ഒരിക്കലും VS കൈവിട്ടിട്ടില്ല എന്നാണ് ജനങ്ങൾ എടുത്തെടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ അവർ ഓർക്കുന്നത് അങ്ങനെയാണ്. VSനെ ഓർമ്മയിലുള്ളത് അങ്ങനെയാണെന്നും പറയുന്നു. VS എന്നും ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലപാടിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു എന്നാണ് ജനങ്ങളും അണികളും പ്രവർത്തകരും ഒക്കെ തന്നെ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് VSനെ സ്നേഹിക്കുന്ന മനുഷ്യർ അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അവരുടെ തീരുമാനത്തിൽ ഒരു അണുവിട മാറ്റമില്ലാതെ അവർ ഈ ഒരു യാത്രയുടെ ഭാഗമാകുന്നു. ആ ഒടുവിലെ യാത്രയുടെ ഭാഗമായി ആ ജനങ്ങളും ഒപ്പം VSനൊപ്പം അങ്ങനെ നടക്കുകയാണ്, ഒഴുകുകയാണ്. സാഗരമായി തന്നെ ഒഴുകുന്നു. ഇനിയും ഈ ഒരു ജനസാഗരം അറബിക്കടലിൻ്റെ തീരത്തേക്ക് അടുക്കുകയാണ്. അറബിക്കടലിൻ്റെ തീരത്തെ ആ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് അടുക്കുകയാണ്. അറബിക്കടലിനെ സാക്ഷിയാക്കി ആ വിപ്ലവ സൂര്യൻ കത്തിജ്വലിക്കുന്നത് ഒന്നുകൂടി കാണാൻ, ആ വിപ്ലവ സൂര്യൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഈ ജനങ്ങൾ അങ്ങോട്ട് ഒഴുകുകയാണ്. വൃന്ദ, ശരി കാളിദാസ്, നമുക്ക് ദൃശ്യങ്ങളിലേക്ക്